നമസ്കാരം. അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടന്നതിന് ശേഷം നിരവധി ആഘോഷങ്ങളും നിരവധി ചരിത്ര മുഹൂർത്തങ്ങളിലൂടെയും ആ ക്ഷേത്രം കടന്നുപോയിട്ടുണ്ട്. ഇന്നിതാ മറ്റൊരു ചരിത്ര മുഹൂർത്തം അയോധ്യയിൽ ഉണ്ടായിരിക്കുകയാണ്. അതായത് ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് അയോധ്യ ശ്രീരാമക്ഷേത്രം സന്ദർശിച്ചിരിക്കുകയാണ്. ദ്രൗപദി മുർമു അയോധ്യയിലെ വിമാനത്താവളത്തിലാണ് വിമാനമിറങ്ങിയത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിൻ്റെ ഗവർണറും ചേർന്നാണ് രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. അതിനുശേഷം അവർ നേരെ ഒരു ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നു. അതിനുശേഷമാണ് അവർ ഇന്ത്യൻ രാഷ്ട്രപതി അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത്. മതപരമായ ഒട്ടേറെ ചടങ്ങുകളിൽ രാഷ്ട്രപതി അവിടെ പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല, അയോധ്യ ശ്രീരാമ ജന്മഭൂമിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ചരിത്ര മുഹൂർത്തം തന്നെയാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതി ആദ്യമായി അയോധ്യ ശ്രീരാമ ജന്മഭൂമിയിൽ ക്ഷേത്രം പണി കഴിപ്പിച്ചതിന് ശേഷം വന്നിരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തിയതിന് ശേഷം ദർശനം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം. രാഷ്ട്രപതിയോടൊപ്പം നമുക്ക് ഈ ചിത്രങ്ങളിൽ കാണാം നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായ ഹിന്ദുക്കളുടെ ആത്മീയ ഗുരുക്കന്മാരിൽ അഗ്രഗണ്യായ മാതാ അമൃതാനന്ദമയിയും രാഷ്ട്രപതിയോടൊപ്പം തന്നെ ഈ അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിൽ രാംലല്ലയുടെ ദർശനത്തിന് ഉണ്ടായിരുന്നു. യോഗി ആദിത്യനാഥും ഇവരോടൊപ്പം ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു. നിരവധി പൂജകൾക്കും അതുപോലെ തന്നെ വിശേഷ ചടങ്ങുകളിലുമൊക്കെ പങ്കെടുത്തതിന് ശേഷമാണ് രാഷ്ട്രപതി അയോധ്യയിൽ നിന്നും തിരിച്ചുപോയത്. അയോധ്യ ശ്രീരാമക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിശേഷ ദിവസം കൂടി കടന്നു പോവുകയാണ്. നമുക്കറിയാം, ഏതാണ്ട് 5 നൂറ്റാണ്ടുകൾ നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് അയോധ്യയിൽ ഹിന്ദുക്കൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. അവിടെ ഒരു തർക്കമന്ദിരമുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ സ്വതന്ത്ര ഭാരതത്തിൽ വർഷങ്ങൾ നീണ്ടുനിന്ന നിയമ പോരാട്ടം നടന്നു. ആ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠം തന്നെ അയോധ്യ ശ്രീരാമ ക്ഷേത്രം, അവിടെയുണ്ടായിരുന്ന തർക്കമന്ദിരം, അവിടെയുണ്ടായിരുന്ന പ്രാചീനമായ ക്ഷേത്രം പൊളിച്ചാണ് അവിടെ ആ മന്ദിരം പണിതത് എന്ന് കണ്ടെത്തുന്നു. തെളിവുകൾക്കെല്ലാം ഹിന്ദുക്കൾക്ക് അനുകൂലമായിരുന്നു. അവിടെ ഒരു ഹിന്ദു ക്ഷേത്രമുണ്ടായിരുന്നുവെന്നും ശ്രീരാമൻ്റെ ജന്മഭൂമി അത് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണെന്നും ഈ ക്ഷേത്രം അതുപോലെ തന്നെ ഈ തർക്ക സ്ഥലം ഒന്നാകെ ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണം എന്നുമായിരുന്നു സുപ്രീം കോടതി ഏറ്റവും ഒടുവിലായി തെളിവുകൾ പരിശോധിച്ചതിന് ശേഷം ഉത്തരവിട്ടത്. ഒരു സ്വതന്ത്ര ട്രസ്റ്റ് ഈ ക്ഷേത്രത്തിന് നിർമ്മാണം കൊടുക്കണമെന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുന്നു. ആ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് പണികൾ പൂർത്തിയായത്. ഇപ്പോഴും ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അത് നടന്നു വരികയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായിരുന്നു, ഒരു നാഴികക്കല്ലായിരുന്നു അവിടുത്തെ പ്രാണപ്രതിഷ്ഠ. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നിർവഹിച്ചത്. അതിനുശേഷം ദീപാവലി ആഘോഷങ്ങളെല്ലാം അയോധ്യയിലേക്ക് തിരികെ വരുന്നത് നമ്മൾ കണ്ടതാണ്. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ഓരോ ദിവസവും അയോധ്യ ശ്രീരാമ ജന്മഭൂമിയിലെത്തി ഇപ്പോഴും ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി ഇപ്പോൾ ശ്രീരാമക്ഷേത്രം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇപ്പോൾ ശ്രീരാമക്ഷേത്ര ദർശനം നടത്തിയിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.